പ്രിയപ്പെട്ട സമര പോരാളികൾക്ക് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ നേരുകയാണ്. EMS കസേരയിട്ടിരുന്ന ഒരു ഓഫീസാണ് നമ്മുടെ പുറകിലുള്ളത്. ആർ ശങ്കർ കസേരയിട്ടിരുന്ന ഒരു ഓഫീസാണ് ഇതിന്റെ പുറകിലുള്ളത്. അച്യുതമേനോനും നായനാരും CH മുഹമ്മദ് കോയയും VS അച്യുതാനന്ദനും സാക്ഷാൽ ലീഡർ K കരുണാകരനും പ്രിയങ്കരനായ ശ്രീ AK ആന്റണിയും കേരളത്തിന്റെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ഉമ്മൻചാണ്ടി സാറും കസേരയിട്ടിരുന്ന ഒരു ഓഫീസാണ് ഇതിന്റെ പുറകിലുള്ളത്. ഇപ്പൊ ആ ഓഫീസിൽ കസേരയിട്ടിരിക്കുന്നത് ഒരു തനി ഗുണ്ടയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും എന്ന് കരുതുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ആ ബാനറിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഇയാള് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്നുള്ളത്. ഒരു സംശയവും കേരളത്തിനില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല, കേരളത്തിലെ ഗുണ്ടകളുടെ രക്ഷാധികാരിയാണ് ഇപ്പൊ കസേര വലിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. രാജാവ് വിചാരിച്ചിരിക്കുന്നത് ആര് പ്രതിഷേധിച്ചാലും തലതല്ലി പൊട്ടിച്ചാൽ, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചാൽ, അതിന് പ്രോത്സാഹനം കൊടുത്താൽ, അതിനെ ഒന്ന് എൻകറേജ് ചെയ്താൽ അതോടുകൂടി സമരങ്ങളൊക്കെ തീർന്നിട്ട് പാവപ്പെട്ടവരായ യൂത്ത് കോൺഗ്രസ്സുകാർ മാറും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനോട് സ്നേഹത്തോടെ പറയുന്നു, പുതിയ പിള്ളേര് ഡബിൾ സ്ട്രോങ് ആണ് എന്നുള്ളത് പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ മര്യാദക്കെട്ട ഒരു സമീപനം കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്? ഗുണ്ടായിസത്തെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും പിന്തുണ കൊടുത്തിട്ട് ഞങ്ങളോട് പറയാണ്, നിങ്ങളുടെ സദസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഹാലിളകിയിട്ടാണ് എന്നുള്ളത്. ഏത് 100 മീറ്റർ അപ്പുറത്ത് ബാരിക്കേഡ് വിട്ടിട്ട് 45 മിനിറ്റ് ഇയാള് തള്ളുന്ന സദസ് കണ്ടിട്ടാണോ നമുക്ക് ഹാലിളകേണ്ടത്? അന്നാ ഞങ്ങൾ കണ്ടൊരു മുഖ്യമന്ത്രിയുണ്ട്, കാലത്ത് 9 മണിക്ക് ഒരു പന്തലിലേക്ക് നടന്നു ചെന്നിട്ട് അവിടെയുള്ള 10,000-കണക്കിന് ജനങ്ങളെ പിറ്റേ ദിവസം പുലർച്ചെ 4 മണി വരെ കണ്ടിട്ട് അവരുടെ എല്ലാ പരാതികളും സ്വന്തം കൈകൊണ്ട് വാങ്ങിയിട്ട് അതിന് തീർപ്പ് കൽപ്പിച്ച് ഉത്തരവിട്ട് അവർക്ക് പരിഹാരം എത്തിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടിയെ കണ്ടവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഒരൊറ്റ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. ഈ കല്യാശ്ശേരി മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ ഇതുവരെ നടന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായോ? നിങ്ങൾ തല തല്ലിപ്പൊളിച്ചതും ലാത്തി ചാർജും ഗുണ്ടായിസും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വണ്ടി നിർത്തി പുറത്തിറങ്ങി ലാത്തി കൊണ്ട് നടത്തിയ 2 പോലീസുകാരോട് മാത്രം ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. എല്ലാ കാലത്തും പിണറായി വിജയൻ ആനപ്പുറത്തുണ്ടാവും വിചാരിച്ചിട്ട് തളക്കണ്ട. താഴെ ഇറങ്ങേണ്ടി വരും, ഭൂമിയിൽ കാലുകുത്തേണ്ടി വരും. അന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാർ അവര് പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെവിയിൽ നുള്ളിക്കോളാൻ. അതിനെ കാത്തിരിക്കണമെന്ന് മാത്രം പറയുന്നു. ഉജ്ജ്വലമായി സമരം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന